നമസ്തേ, ഞാൻ ചിന്തുമോൻ ദർശി പുതുവനം. ഞാൻ ഗവേഷണത്തിൻ്റെ ലെവലിൽ എത്തിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷകൻ എന്ന് പറയുന്നൊരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടൊരു സംഭവം ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഒരു ആമുഖം കൊടുക്കുമ്പോൾ ഈ ആമുഖത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന വലിയ സംഭവമുണ്ട്. ഏത് വിഷയമായാലും എൻ്റെ ജീവിതത്തിൽ ഭാരതീയ വേദശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ചരിത്രപരമായിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ കുറേ ഗ്രന്ഥങ്ങളുടെ രൂപത്തിലേക്ക് എഴുതി വച്ചിരിക്കുന്നു. ഇതെല്ലാത്തും കൂടിയിട്ട് റിച്വൽസ്, ചരിത്രപരമായിട്ട് വളരെ പൂർവ്വമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ വിടുന്നതാണ്. പിന്നെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് വിശദീകരണങ്ങൾ, പല കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരുപാട് വിശദീകരണങ്ങൾ പല കാലഘട്ടത്തിൽ പല രീതിയിൽ, ശങ്കരാചാര്യ വിശദീകരണം, ജൈമിനി പക്ഷം തുടങ്ങിയിട്ടുള്ള ഉത്തരപക്ഷം പൂർവപക്ഷം എന്ന രണ്ട് വിശദീകരണങ്ങൾ നമ്മുടെ ഹിസ്റ്റോറി ഡാറ്റയിലുണ്ട്. അതിനൊരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കീവേഡ്സാണ് ആക്ച്വലി പറയുന്നത് വേദാന്തം അല്ലെങ്കിൽ ബോധം എന്ന സങ്കല്പം. റിച്വൽസ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പരന്ന് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നമ്മൾ കൂടുതൽ അത് നമ്മൾ കളക്ട് ചെയ്തെടുക്കുമ്പോൾ ആക്ച്വലി നമുക്ക് അതിപ്പോൾ റണ്ണിങ് ആണ്. എത്ര പഴക്കണമെങ്കിലും പലതും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പല റിച്വൽസും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് എവിഡൻസ് എന്ന് പറയുന്നത്, നിലനിൽക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നത് കുറച്ച് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളിലാണ്. ഞാനത് ഇന്ന് ഭാരതീയ വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന യാഗങ്ങൾ പോലും തള്ളേണ്ട അവസ്ഥയാണ്. കാരണം എന്താ, നമ്മളതിലൊരു ഗവേഷണ വിടവ് കാണുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാണ്, ഇതിലും വിശ്വാസം തന്നെയല്ല, ഇതിലിപ്പോൾ അന്വേഷിക്കാനൊന്നുമില്ല, വിശ്വസിച്ചാൽ പോലെ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇതാണ് പുരുവനം തപോവനത്തിൻ്റെ ഭാഗം വരുന്നത്. കാരണം ഞങ്ങളുടെ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്ത് റിസൾട്ടായിട്ടുള്ളതും, പിന്നെ അതൊരു മനുഷ്യനുമായിട്ട് എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള പരസ്പര ബന്ധം, അവിടെ നമുക്കൊരു പുതിയ ഒരു അറിവ് നൽകാനുള്ള സ്കോപ്പ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ലാംഗ്വേജാണ്. എൻ്റെ ഈ ഭാഷ മാത്രം മനസ്സിലാക്കാൻ മതിയാവും. നമസ്കാരം.